അസ്സലാമു അലൈക്കും. ജമാഅത്തിന്റെ ഖിലാഫത്ത് ഒരുപാട് പ്രവചനങ്ങളുടെ സാക്ഷാത്കാരാണ്. മിർസാ ഗുലാം മുഹമ്മദ് അലൈഹിസ്സലാം ഒരു യഥാർത്ഥ സത്യപ്രവാചകൻ, സത്യാത്മാവായിരുന്നില്ല എങ്കിൽ അദ്ദേഹത്തിൻ്റെ പ്രവചനങ്ങൾ ഒരിക്കലും പൂർത്തിയാകുമായിരുന്നില്ല. ആയിരക്കണക്കിന് പ്രവചനങ്ങൾ അദ്ദേഹത്തിൻ്റെ പൂർത്തിയായി. ഞാൻ അതിൻ്റെ വിഷയം അതല്ല. ഖിലാഫത്തുമായി തന്നെ ബന്ധപ്പെട്ടുകൊണ്ട് ഇന്ന് അഹമ്മദിയ ജമാഅത്തിൽ നിലനിൽക്കുന്ന ഈ ഒരു ഖിലാഫത്ത് സംവിധാനം, അത് ഒരുപാട് പ്രവചനങ്ങളുടെ പൂർത്തീകരണമാണ്. അദ്ദേഹം 1905 തൻ്റെ മരണത്തിന് ഏകദേശം 3 വർഷം മുമ്പ് അൽ വസിയത്ത് എന്ന ഒരു ഗ്രന്ഥം രചിച്ചുകൊണ്ട് തൻ്റെ മരണത്തെ സംബന്ധിച്ച് തനിക്ക് നിരന്തരമായി സൂചനകൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് അദ്ദേഹം ആ അൽ വസിയത്ത് എന്ന ഗ്രന്ഥത്തിൽ, അതേപോലെ തന്നെ ആ കാലത്ത് അദ്ദേഹത്തിൻ്റെ ബെയ്ത്തുകൾ, ജമാഅത്തിൻ്റെ അന്നത്തെ പത്രങ്ങളുണ്ടായിരുന്നു, അൽ ബദർ, അൽ ഹക്കം എന്നൊക്കെ പറഞ്ഞ പ്രസിദ്ധീകരണങ്ങൾ, ഇതിലൊക്കെ തന്നെ അദ്ദേഹം അത് നിരന്തരം പറയുണ്ടായിട്ടുണ്ട്. മാത്രമല്ല തൻ്റെ മരണം ഏകദേശം തൻ്റെ ആയുസ് ഇനി അവശേഷിക്കുന്നത് 3 വർഷമാണെന്ന് കൂടി അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അതായത് തനിക്കൊരു സ്വപ്നം ഉണ്ടായി, കസ്ഫിയായ ഒരു ദർശനം. അതിൽ 3 വെള്ളം, താനൊരു പാനീയം കഴിക്കുന്നതായി തൻ്റെ കയ്യിൽ, അതിൽ അവസാനം 3 കവിള്, 2 അല്ലെങ്കിൽ 3 എന്ന് അദ്ദേഹം അവിടെ പറയാണ്, കവിള് അവശേഷിക്കുന്നു, ബാക്കിയെല്ലാം കുടിച്ചു കഴിഞ്ഞു എന്നുള്ള അർത്ഥത്തിലാണ് അദ്ദേഹം സ്വപ്നം വിവരിക്കുന്നത്. അപ്പം അതിൽ 2 അല്ലെങ്കിൽ 3 എന്ന് പറഞ്ഞാൽ ചുരുക്കത്തിൽ 2 വർഷം അല്ലെങ്കിൽ 3 വർഷത്തിൻ്റെ അകം. അപ്പം ഇത് എൻ്റെ ആയുസിനെയാണ് സൂചിപ്പിക്കുന്നത് അദ്ദേഹം പറഞ്ഞു. അങ്ങനെയാണ് പിന്നെ അദ്ദേഹം ആ സമയത്ത് ഞാൻ അൽ വസിയത്ത് എന്ന ഗ്രന്ഥം എഴുതുന്നത്. അൽ വസിയത്തിൽ അദ്ദേഹം വളരെ വ്യക്തമായി തന്നെ ഞാൻ 2ാം ശക്തി പ്രഭാവം, ഞാനീ പറഞ്ഞ കാര്യങ്ങൾ, അദ്ദേഹത്തിൻ്റെ മരണത്തെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ വിവരിച്ചുകൊണ്ട് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളാരും പ്രയാസപ്പെടേണ്ട, കുണ്ഠിതപ്പെടേണ്ടതില്ല, ഞാൻ പോകേണ്ടത് അനിവാര്യമാണ്, ഞാൻ പോയാലാണ് കുദ്റത്തെ സാനിയ, ദ്വിതീയ ശക്തി പ്രഭാവം വെളിപ്പെടുകയുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ഖിലാഫത്തിനെ പറ്റി അദ്ദേഹം വ്യക്തമായിട്ട്, പണ്ട് ഈസാ നബിയുടെയും മൂസാ നബിയുടെയും റസൂലുള്ളാഹിൻ്റെയും ഒക്കെ കാലത്ത് അവരുടെയൊക്കെ വഫാത്ത് വിശ്വാസികൾക്ക് പെട്ടെന്നുണ്ടായിരുന്ന ഒരു അങ്കലാപ്പുണ്ടായിരുന്നു. പിന്നീട് ആ അങ്കലാപ്പൊക്കെ ഈ പറഞ്ഞ ഖിലാഫത്ത് സ്ഥാപിതമായി ആ കാലത്തൊക്കെ അത് മുഖേന പിന്നീട് ദൂരീകരിക്കപ്പെട്ടു, വിശ്വാസികൾക്ക് ആശ്വാസം നൽകപ്പെട്ടു എന്നതുപോലെ അബൂബക്കർ സിദ്ദീഖിൻ്റെ കാലത്ത് സംഭവിച്ചതുപോലെ തന്നെ ഇവിടെ സംഭവിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് നിങ്ങൾ വിശ്വാസികൾ ഒരുമിച്ച് നിന്നുകൊണ്ട് ഒരു വ്യക്തിയെ എൻ്റെ നാമത്തിൽ, എൻ്റെ പ്രതിനിധി എന്ന നിലയിൽ നിങ്ങൾ വയ്യത്ത് ചെയ്യണമെന്ന് അദ്ദേഹം അവിടെ വ്യക്തമായി പറയുന്നുണ്ട്. അൽ വസിയത്ത് മലയാളത്തിലുള്ള പുസ്തകം. അതനുസരിച്ച് അത് അദ്ദേഹത്തിൻ്റെ മഹത്തായ പ്രവചനമായിരുന്നു. അതേപോലെ അദ്ദേഹത്തിൻ്റെ വലിയൊരു പ്രവചനമാണ്. കാരണം അദ്ദേഹത്തിൻ്റെ വഫാത്തിനെ പറ്റി പല ആരോപണങ്ങളും ശത്രുക്കൾ ഉന്നയിക്കുന്നുണ്ട്, റസൂലുള്ളാഹിനെ പറ്റി ഉന്നയിക്കുന്നുണ്ട്, ഈസാ നബിയെ പറ്റിയൊക്കെ ഉന്നയിക്കുന്നുണ്ട്. അപ്പം അദ്ദേഹം സനാഉൽ മുബാര ചെയ്ത് നൗറുബില്ല അങ്ങനെയാണ് മരിച്ചതെന്നൊക്കെ പറയാറുണ്ട്, ആക്ഷേപിക്കാറുണ്ട്. അദ്ദേഹം വേറെ വലിയ പ്രവചനം ചെയ്യുന്നുണ്ട്. അദ്ദേഹം അതിമഹത്തായ ഒരു പദ്ധതി, അൽ വസിയത്ത് പദ്ധതി, ജമാഅത്തിൽ ഒരു പദ്ധതിയുണ്ട്. ജീവിത വഖഫിൻ്റെ 10-1 അള്ളാഹുവിൻ്റെ മാർഗത്തിൽ സമ്പത്തും വരുമാനവും ഒക്കെ അർപ്പണം ചെയ്യുന്ന ഒരു പദ്ധതിയാണ് അൽ വസിയത്ത് പദ്ധതി. ആ പദ്ധതിയെ പറ്റി ആ പുസ്തകത്തിൽ പറയുന്നുണ്ട്. മാത്രമല്ല തൻ്റെ ജനാസ ഇന്ന സ്ഥലത്തായിരിക്കുമെന്ന് അള്ളാഹു എനിക്ക് കാണിച്ചു തന്നു. വലിയ അനുഗ്രഹീതമായൊരിടം, ആ ഇവിടം അദ്ദേഹം സ്വപ്നത്തിൽ കാണുന്ന വെള്ളി പോലെ തിളങ്ങുന്നതായിട്ടും. അപ്പോൾ ഇതെന്താ ചോദിച്ചപ്പോൾ നിന്റെ അന്ത്യവിശ്രമ സ്ഥലമാണെന്ന് അള്ളാഹു ആ സ്വപ്നത്തിൽ തന്നെ അറിയിച്ചു കൊടുക്കുന്നു. ഈ സ്വപ്ന ദർശനം അനുസരിച്ചാണ് അദ്ദേഹം അവിടെ ഖാദിയാനിൽ ബിഹിസ്റ്റി മഖ്ബറ എന്ന ഒരിടം, ഒരു ഖബർസ്ഥാൻ സ്ഥാപിക്കുന്ന ഒരു പദ്ധതി സ്ഥാപിക്കുകയാണ്. അപ്പം വ്യക്തമായിട്ട് അദ്ദേഹം ഇവിടെ ആയിരിക്കും എൻ്റെ ഖബർ എന്ന് അദ്ദേഹം പറഞ്ഞു. അതും ഒരു പ്രവചനമാണ്. കാരണം ഒരാളുടെ ഖബർ എവിടെയാണ്, ഒരാൾ മരണപ്പെടും, ഇന്ന സ്ഥലത്ത് വെച്ച് മരണപ്പെടുമെന്നോ ഇന്ന സ്ഥലത്ത് വെച്ച് തൻ്റെ ജനാസ അടക്കപ്പെടുമെന്നോ ആർക്കും മുൻകൂട്ടി പറയാൻ സാധ്യമല്ല. അള്ളാഹു പറയാതെ അള്ളാഹിൻ്റെ പേരിൽ കളവ് പറഞ്ഞാൽ തീരെ അള്ളാഹു പൂർത്തിയാക്കി കാണിക്കൂലല്ലോ. അള്ളാഹു അതിനെതിരായിരിക്കും ആ വാക്കിന്. ഇവിടെ അദ്ദേഹം മരണപ്പെടുന്നത് ലാഹോറിൽ വെച്ചാണ്.
അവിടെ സർവമത സമ്മേളനത്തിൽ പങ്കെടുക്കാൻ വേണ്ടി അദ്ദേഹം അവിടെ പോയി. അവിടെ വെച്ചാണ് അദ്ദേഹത്തിൻ്റെ വഫാത്ത് സംഭവിക്കുന്നത്. ആ വഫാത്ത് സംഭവിച്ചപ്പം ശത്രുക്കൾ വലിയ രീതിയിൽ മുറവിളി കൂട്ടി ആഹ്ലാദം പ്രകടിപ്പിച്ചു, വലിയ കുതൂഹലം ബഹളം വെച്ച്. അങ്ങനെ ഇദ്ദേഹത്തിൻ്റെ ജനാസ ഖാദിയാനിലേക്ക് കൊണ്ടുപോകാൻ പാടില്ല, നൗദുബില്ല, ഇദ്ദേഹം പകർച്ചവ്യാധി കോളറ പിടിച്ചാൽ നൗദുബില്ല മരിച്ചതെന്ന് പറഞ്ഞുകൊണ്ട് അന്നത്തെ വലിയ മുസ്ലിങ്ങളുടെ വലിയ സംഘം ഇദ്ദേഹത്തിൻ്റെ ജനാസ വെച്ച വീട്ടിലേക്ക് അതിക്രമിച്ച് കയറാൻ വരെ ശ്രമിച്ചിരുന്നു. അവർ സകല മാർഗേണയും ഇദ്ദേഹത്തിൻ്റെ ജനാസ ഖാദിയാനിലേക്ക് കൊണ്ടുപോകാൻ ഉള്ള ശ്രമത്തെ തടുക്കാൻ ശ്രമിച്ചു. ഉദ്യോഗസ്ഥന്മാർ, റെയിൽവേൻ്റെ ഉദ്യോഗസ്ഥന്മാർക്കൊക്കെ പരാതി കൊടുത്ത് ഈ ഖബർ നിയമം അനുസരിച്ച് ഇദ്ദേഹം ഇങ്ങനെ ഒഴിവില്ല, ഇങ്ങനെ കോളറ പിടിച്ച് മരിച്ചു, അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ട്രെയിനിൽ അദ്ദേഹത്തിൻ്റെ ജനാസ കൊണ്ടുപോകാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് തടസ്സം സൃഷ്ടിക്കാൻ വേണ്ടി എല്ലാ മാർഗവും അവലംബിച്ചു. പക്ഷേ അള്ളാഹുവിൻ്റെ കുദ്റത്ത് എല്ലാ പരിശ്രമങ്ങളെയും വിഫലമാക്കി. അവിടുത്തെ സിവിൽ സർജൻ അദ്ദേഹത്തിൻ്റെ ജനാസ പരിശോധിച്ചു. അദ്ദേഹത്തിന് അത്തരത്തിലുള്ള യാതൊരു രോഗവും ഇല്ല എന്ന് സർട്ടിഫൈ ചെയ്തു. റെയിൽവേ ഉദ്യോഗസ്ഥന്മാർക്ക് അത് നൽകി. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ ജനാസ ഖാദിയാനിലേക്ക് കൊണ്ടുവന്നു. ഈ നേരത്തെ പറയപ്പെട്ടതനുസരിച്ച് BST മക്ബറയിൽ ഖബറടക്കി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മരണത്തെ സംബന്ധിച്ച് അദ്ദേഹം പ്രവചിച്ചു, തൻ്റെ ആയുസ് 3 വർഷത്തിനോട് അകമായിരിക്കുമെന്ന്. ആ സമയത്ത് അദ്ദേഹം വഫാത്തായി. പിന്നീട് അദ്ദേഹം തൻ്റെ ജനാസ അടക്കപ്പെടുന്നത് ഈ ഇടത്തമായിരിക്കുമെന്ന് പറഞ്ഞു. അന്ന് അവിടെ അടക്കപ്പെടാൻ പ്രതികൂല സാഹചര്യമുണ്ടായി. കാരണം മരിച്ചത് അവിടെ വെച്ചായിരുന്നില്ല. പലതരത്തിലുള്ള എതിർപ്പുകളുണ്ടായി. ആ എതിർപ്പുകളെല്ലാം തന്നെ തൃണവൽക്കരിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ അദ്ദേഹത്തിൻ്റെ ജനാസ അവിടെ ഖാദിയാനിലെത്തി. പിന്നീട് തനിക്ക് ശേഷം ഈ പ്രവചിക്കപ്പെട്ട ഖിലാഫത്ത് ഖുർആനിലും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവചിക്കപ്പെട്ട മുമ്പ് വന്ന പ്രവാചകന്മാരുടെ ഈ പേരെടുത്ത് പറഞ്ഞു ഈസാ നബിയുടെയും മൂസാ നബിയുടെയും റസൂലുള്ളാഹിയുടെയൊക്കെ സംഭവം. അതേപോലെ തന്നെ തൻ്റെ മരണത്തിന് ശേഷവും ചില വ്യക്തികൾ ഉണ്ടാകും. അത് നിങ്ങളുടെ ഇടയിൽ നിന്നും നിലനിൽക്കും, ഖിയാമത്ത് വരെ നിങ്ങൾക്ക് നിലനിൽക്കുമെന്ന് പ്രവചനം ചെയ്തു. അതനുസരിച്ച് ജമാഅത്തിൽ ഹക്കീം നൂറുദ്ദീൻ സാഹിബിനെ ഖലീഫയായി തിരഞ്ഞെടുത്തു. അപ്പോൾ ഞാൻ ഈ സംഭവത്തിൽ തന്നെ 3 പ്രവചനത്തിൻ്റെ പൂർത്തീകരണം, മരണത്തെപ്പറ്റി അദ്ദേഹം പ്രവചിച്ചു. ആ സമയത്ത് അതേ കാലയളവിലാണ് അദ്ദേഹത്തിൻ്റെ വഫാത്തുണ്ടായത്. തനിക്ക് ശേഷം ഖിലാഫത്ത് സ്ഥാപിതമാകുമെന്ന് പ്രവചിച്ചു. അതനുസരിച്ച് ഖിലാഫത്ത് സ്ഥാപിതമായി. അതാണ് ഇന്നാമതിയ ഖിലാഫത്ത്. അതോടൊപ്പം തൻ്റെ ജനാസ ഇന്ന സ്ഥലത്ത് അടക്കുമെന്ന് അദ്ദേഹം മുൻകൂട്ടി പറഞ്ഞു. അവിടെ അടക്കാനുള്ള പ്രതികൂല സാഹചര്യം ഉണ്ടായിട്ടും അവിടെ തന്നെ അടക്കപ്പെട്ടു. ഇനി ഈ ഖിലാഫത്ത് വഹിച്ച വ്യക്തികൾ തന്നെ പ്രവചനത്തിൻ്റെ പൂർത്തീകരണമാണ്. അത് നമ്മൾ പ്രത്യേകമായിട്ട് ചിന്തിക്കേണ്ട വിഷയമാണ്. അതായത് ഇന്നിപ്പോൾ അഹ്മദിയ്യ മതത്തിൻ്റെ 1ാമത്തെ ഖലീഫ, അദ്ദേഹത്തിൻ്റെ പ്രഥമ ശിഷ്യനും 1ാമത്തെ ശിഷ്യനാണ് ആദ്യമായി ബൈഅത്ത് ചെയ്ത് ഹക്കീം നൂറുദ്ദീൻ സാഹിബ്. അബൂബക്കർ സിദ്ദീഖിൻ്റെ കാലത്ത് സംഭവിച്ചതുപോലെ എന്ന് പറഞ്ഞാൽ ഖിലാഫത്തിൻ്റെ തുടക്കം റസൂലുള്ളാഹിൻ്റെ ഏറ്റവും അടുത്ത ശിഷ്യൻ, ഏറ്റവും പ്രിയങ്കരനായ വ്യക്തി അബൂബക്കർ സിദ്ദീഖ് ആയിരുന്നു. അതേപോലെ ഇദ്ദേഹം ഹദ്റത്ത് മസീഹ് അലൈഹി ഇസ്ലാമിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ശിഷ്യൻ ഹക്കീം നൂറുദ്ദീൻ സാഹിബ് ഖലീഫയായി തിരഞ്ഞെടുക്കപ്പെട്ടു. പിന്നെ 2ാമത്തെ ഖലീഫ 1914 ഹക്കീം നൂറുദ്ദീൻ സാഹിബിൻ്റെ വഫാത്തായപ്പോൾ ഖിലാഫത്തിനെതിരായിട്ടൊരു വിഭാഗം, ഖിലാഫത്തിൻ്റെ ആവശ്യകതയെ നിഷേധിക്കുന്ന ഒരു വിഭാഗമൊക്കെ ജമാഅത്തിലുണ്ടായിരുന്നു. അതെല്ലാം തന്നെ മറികടന്നുകൊണ്ട് പിന്നീട് ഖലീഫയായത് ഇദ്ദേഹത്തിൻ്റെ പുത്രൻ, വാഗ്ദത്ത പുത്രനാണ്. 25 വയസ്സുകാരനാണ്. വളരെ അത്ഭുതമുള്ള കാര്യമാണ്. അപ്പം ഇസ്ഹാഖ് അഹമ്മദ് അലൈഹി സ്വലാം 1886 ഫെബ്രുവരി 20-ാം തീയതി, അതിൻ്റെ മുമ്പ് 40 ദിവസം ഹോഷിയാർപൂരിൽ പ്രത്യേകമായി പ്രാർത്ഥന നടത്തി ഇസ്ലാമിൻ്റെ സഹായത്തിന് വേണ്ടിയുള്ള ഒരു സഹായം ലഭിക്കുമാറാവാൻ വേണ്ടി പ്രത്യേകമായി ഹോഷിയാർപൂരിൽ വെച്ച് പ്രത്യേകമായി തുടർച്ചയായി 40 ദിവസം പ്രാർത്ഥനാ യജ്ഞം നടത്തി. ആ സന്ദർഭത്തിൽ അതിൻ്റെ അവസാനത്ത് അദ്ദേഹത്തിന് കിട്ടിയ ഒരുപാട് സുവിശേഷങ്ങളായി പ്രവചനങ്ങളടങ്ങിയ സുവിശേഷങ്ങൾ, അതിൽ ഒരു പുത്രൻ
പ്രത്യേകമായി അടയാളങ്ങളില്ല. 52ഓളം കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആയിരിക്കും ആ പുത്രൻ എന്ന് പറയപ്പെട്ട ഒരു പുത്രൻ ജനിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ പുത്രൻ മുഖേന ആയിരിക്കും ഖിലാഫത്തിന്റെ തുടർന്നുള്ള ഗമനമെന്ന് അൽ വസിയത്തിൽ അദ്ദേഹം ആ ഗ്രന്ഥത്തെ സൂചിപ്പിക്കുന്നുണ്ട് പിന്നീട് എഴുതിയ. അങ്ങനെ ആ വാഗ്ദത്തം ചെയ്യപ്പെട്ട പ്രത്യേകമായി പറയപ്പെട്ട പുത്രനാണ് പിന്നെ അഹമ്മദിയ ജമാഅത്തിന്റെ ഖിലാഫത്ത് ഏറ്റെടുക്കുന്നത്. അദ്ദേഹം 52ഓളം വർഷം, 52ന്റെ അടുത്ത്, 51 കഴിഞ്ഞ് 52ന്റെ അടുത്ത് വർഷക്കാലം പിന്നീട് ഈ ജമാഅത്തിന്റെ സ്ഥാനത്ത് വരുന്നത് ഈ പറയപ്പെട്ട ഒരു പുത്രനാണ്. അപ്പൊ അവിടെ തനിക്ക് പുത്രൻ ജനിക്കും, ഇന്ന അടയാളങ്ങളോട് കൂടി ആ പുത്രൻ ജനിക്കുമെന്ന് പറയുന്നു. ആ പുത്രനുമായി ബന്ധിപ്പിച്ചുകൊണ്ട് ഖിലാഫത്തിനെ അവിടെ അൽ വസീയത്ത് തന്നെ അടിക്കുറിപ്പിൽ പറയുന്നുണ്ട്. അപ്പൊ അങ്ങനെ ആ പുത്രൻ 24ാമത്തെ വയസ്സ്, 25 വയസ്സ് പൂർത്തിയാകുന്നതിന് മുമ്പ് 25ാമത്തെ വയസ്സിൽ അന്നത്തെ വലിയ വലിയ ആളുകളായി ഗണിക്കപ്പെട്ട ആളുകളുടെയൊക്കെ ചില എതിർപ്പുകളും ഒക്കെ ഉണ്ടായിട്ടും അള്ളാഹു അദ്ദേഹത്തെ ഖിലാഫത്ത് പദവിയിൽ ഉപവിഷ്ടരാക്കി. ഈ 52 കൊല്ലം ആ പദവിയിൽ ഇരിക്കാനുള്ള പ്രത്യേക ഭാഗ്യം ഇസ്ലാമിന്റെ ചരിത്രം എടുത്തു നോക്കിയാൽ, ഖുലഫാഉ റാഷിദീകൾ മാത്രമല്ല, മറ്റുള്ള ഈ രാജാധിപത്യം, സ്വശാധിപത്യം എന്നൊക്കെ പറഞ്ഞ ഭരണകാലത്ത് ഖലീഫ എന്നറിയപ്പെട്ടിരുന്ന ആളുകൾ എടുത്തു നോക്കിയാൽ പോലും 52 വർഷക്കാലം ഖിലാഫത്ത് പദവിയിൽ ഇരുന്ന ആളെ അപൂർവമായിരിക്കും. ആരോ ഉണ്ടോ നമുക്കറിയില്ല. അപ്പൊ ഇതും വലിയൊരു പ്രവചനമാണ്. ഈ പുത്രൻ ജനിക്കുമെന്ന് പറഞ്ഞു, പുത്രനായിരിക്കും ഇനി ഈ പ്രസ്ഥാനത്തിന്റെ എല്ലാം എന്ന് അദ്ദേഹം ആ പ്രവചനത്തിലുണ്ട്. അതും അള്ളാഹ് പൂർത്തിയാക്കി. ഈ ഖിലാഫത്ത് അദ്ദേഹം വഹിച്ചു. അതിനുള്ള 25ാമത്തെ വയസ്സിൽ ആ സ്ഥാനത്ത് അദ്ദേഹത്തെ അള്ളാഹു ഇരുത്തി. 52 കൊല്ലം അദ്ദേഹത്തിന് ഈ ഖിലാഫത്തിൽ ഇരിക്കാനുള്ള ഭാഗ്യം അള്ളാഹു നൽകി. ഇവിടെ ചിന്തിക്കുക, അദ്ദേഹം അള്ളാഹിന്റെ ഭാഗത്തുനിന്ന് ആളല്ല എങ്കിൽ തനിക്കൊരു പുത്രൻ ഉണ്ടാകുമെന്ന് പറഞ്ഞാൽ പുത്രൻ ഉണ്ടാവണ്ട. ഇനി ഉണ്ടായ പുത്രൻ ജീവിച്ചിരിക്കണമെന്നില്ല, അല്ല അത് യോഗ്യനായിരിക്കണമെന്നില്ല. ഇവിടെ അതൊക്കെ ആവേണ്ടതുണ്ട്. നമുക്ക് ആർക്കും പറയാൻ പറ്റില്ല നമ്മളെ മക്കളെ പറ്റി. ഇന്ന രൂപത്തിലായിരിക്കും മക്കൾ. നമുക്ക് ആർക്കും നമ്മളെ കാര്യം പറയാൻ പറ്റൂല. നമ്മൾ ഇരിക്കുന്നിടത്തിന് എണീക്കാൻ പറ്റുമെന്ന് പറയാൻ പറ്റൂല. എല്ലാവർക്കും അറിയാലോ, പറയേണ്ട ആവശ്യമില്ല. അപ്പൊ അദ്ദേഹം വലിയ ഉജ്ജ്വലമായ ഒരു പ്രവചനം ചെയ്ത് ആ പ്രവചനത്തിൽ ആ പറയപ്പെട്ട എല്ലാ ഗുണങ്ങളെ പറ്റി എടുത്ത് പറഞ്ഞു. ആ ഗുണങ്ങളൊക്കെ തന്നെ പിന്നീട് 52 കൊല്ലം ഖിലാഫത്തിൽ ഇരുന്നു കൊണ്ട് ആ പുത്രൻ 2ാമത്തെ ഖലീഫയുടെ ജീവിതത്തിൽ പ്രകടമായി. അപ്പൊ 2ാമത്തെ ഖലീഫ ഖിലാഫത്ത് വഹിച്ച വ്യക്തിയുടെ ജീവിതം എന്ന് പറയുന്നത് ഇദ്ദേഹത്തിന്റെ സത്യതയ്ക്കുള്ള വലിയൊരു അടയാളമാണ്. അത് പറഞ്ഞാൽ തീരാത്ത ജീവിതമാണ് അദ്ദേഹത്തിന്റെ ജീവിതം. 52 കൊല്ലം സംഭവിച്ച കാര്യങ്ങൾ, അദ്ദേഹം ചെയ്ത സേവനങ്ങൾ. പിന്നെ ഖിലാഫത്തുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഖിലാഫത്തിന്റെ അനുഗ്രഹങ്ങളും മറ്റുമൊക്കെ ഉണ്ട്. അത് ഖിലാഫത്ത് ഇല്ലാത്തതുകൊണ്ട് മുസ്ലിങ്ങൾക്ക് ഇന്ന് അനുഭവിക്കുന്ന ഒരു അവസ്ഥ. ഞാനിപ്പം പറയാൻ ഉദ്ദേശിക്കുന്നത്, ഇന്ന് അഹമ്മദിയ ജമാഅത്ത് എത്രത്തോളം പ്രവചനങ്ങളുടെ ഒരു പൂർത്തീകരണമാണ്, എത്ര പ്രവചനങ്ങളാണ് ഈ ഖിലാഫത്തിന്റെ പരമ്പരയിൽ പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ള ചില വശങ്ങളാണ്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വശമാണ്. ഈ ജമാഅത്തിന്റെ ഹസ്രത്ത് അഹമ്മദ് അലൈഹി ഇസ്ലാമിന്റെ സത്യത മനസ്സിലാക്കുമ്പം അത് ഏറെ പ്രാധാന്യമുള്ള കാര്യങ്ങളാണ്. ഞാൻ പറഞ്ഞു, 2ാം ഖിലാഫത്ത് 52 വർഷം അദ്ദേഹത്തിന്റെ പുത്രൻ മിർസ ബഷീറുദ്ദീൻ മുഹമ്മദ് റളിയല്ലാഹു അൻഹു ഖലീഫയായി. അത് സംഭവ ബഹുലമെന്ന് മലയാളത്തിൽ ഇപ്പം നമുക്ക് പറയാവുന്നതിന്റെ അങ്ങേയറ്റമായിരുന്നു അദ്ദേഹത്തിന്റെ ആ ഖിലാഫത്ത് കാലഘട്ടം. ആ കാലത്ത് നടന്ന ഓരോരോ സംഭവങ്ങളും ഓരോരോ പ്രവർത്തനങ്ങളും ആ 1886 ഫെബ്രുവരി 20 പ്രവചനത്തിൽ പറയപ്പെട്ട ആ കാര്യങ്ങളുടെ പൂർത്തീകരണം കൂടിയായിരുന്നു. ആ മകൻ ഇങ്ങനെയുള്ളവനായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഒരു 52ഓളം പ്രത്യേകതകൾ, സവിശേഷങ്ങളായ ഗുണങ്ങൾ അദ്ദേഹത്തെ പറ്റി പറയുന്നു. ആ കാര്യങ്ങളാണ് പിന്നീട് ഈ 52 കൊല്ലം തന്നെ ഖിലാഫത്തും ഏകദേശം 51, 52 അടുത്ത് പൂർത്തിയായി. പിന്നീട് 3ാമത്തെ ഖലീഫ, 4ാമത്തെ ഖലീഫയും ഈ വാഗ്ദത്ത പുത്രനായ ബഷീറുദ്ദീൻ മഹ്മൂദ് അഹമ്മദ് റളിയല്ലാഹുവിന്റെ സന്തതികളാണ്. അപ്പം വാഗ്ദത്ത മസീഹിന്റെ സന്തതികളാണ്. വാഗ്ദത്ത മസീഹ് ഇസ്ലാമിന്റെ പൗത്രന്മാരാണ്. പുത്രനായിരുന്നു 2ാം ഖലീഫ. പൗത്രന്മാരായ 2 പേരാണ് പിന്നെ ഖിലാഫത്ത് വഹിച്ചത്. മിർസ നാസിർ അഹമ്മദ് സാഹിബ് 65 മുതൽ 82 വരെ, തുടർന്ന് 82 മുതൽ 2003 വരെ ഹസ്രത്ത് മിർസ താഹിർ അഹമ്മദ്, ഈ നാസിർ അഹമ്മദ് സാഹിബിന്റെ സഹോദരൻ കൂടിയായ ബഷീറുദ്ദീൻ മുഹമ്മദ് അഹമ്മദ് 2ാം ഖലീഫന്റെ മകൻ മസീഹ് മൗഊദിന്റെ പൗത്രൻ.
ഇപ്പം 5ാമത്തെ ഖിലാഫത്ത്. അദ്ദേഹത്തിൻ്റെ വഫാത്ത് 2003 സംഭവിച്ചു. അതുമുതൽ ഇന്ന് ഖിലാഫത്ത് വഹിക്കുന്നത് ഈ മസീഹ് സ്വലാത്തു വസ്സലാമിൻ്റെ തന്നെ മറ്റൊരു പുത്രനായ മിർസ ഷെരീഫ് അഹമ്മദ് സാഹിബ്. മിർസ ഷെരീഫ് അഹമ്മദ് സാഹിബിൻ്റെ മകനാണ് മിർസ മൻസൂർ അഹമ്മദ് സാഹിബ്. അദ്ദേഹത്തിൻ്റെ പുത്രനാണ്. വാഗത്ത് മസീഹിൻ്റെ പുത്രൻ്റെ പുത്രൻ. അങ്ങനെ 109 വർഷമായിട്ട് ഈ ഖിലാഫത്ത് പദവിയിൽ ഉപവിഷ്ടരായി ജമാഅത്തിനെ നയിക്കുന്നത് വാഗ്ദത്ത് മസീഹ് അലൈഹി ഇസ്ലാമിൻ്റെ തന്നെ സന്തതി പരമ്പരകളാണ്. അപ്പം ചിലർക്ക് സംശയം ഉണ്ടാവാം, ചിലർക്ക് ആക്ഷേപം ഉണ്ടാവാം, ഇതൊരു പാരമ്പര്യം അല്ലേ, അല്ലെങ്കിൽ മക്കൾ കുടുംബവാഴ്ചയല്ലേ എന്നൊക്കെ. ഞാനത് കാര്യം പറയുന്നത്, പ്രത്യേകിച്ച് പറയുന്നത്, ഇത് വലിയ പ്രവചനങ്ങളുടെ പുലർച്ചയാണ്. റസൂലുള്ളാഹിയുടെ പ്രവചനവും മസീഹ് മൗഊദിന്റെ പ്രവചനവും മറ്റു പല മഹാത്മാക്കളുടെ പ്രവചനങ്ങളെല്ലാം ഒത്തുചേർന്നിരിക്കുകയാണ് ഈ ഖിലാഫത്ത് സംവിധാനത്തിലും. റസൂലുള്ളാഹ് ഈ മസീഹ് മൗഊദിനെ പറ്റിയുള്ള പ്രവചനം, ഈസാ ഇബ്നു മറിയം വരുമെന്ന് പറഞ്ഞ പ്രവചനം പറഞ്ഞുകൊടുത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. പ്രത്യേകം പറഞ്ഞു, അദ്ദേഹം വിവാഹം കഴിക്കുകയും മക്കളുണ്ടാവുകയും ചെയ്യുമെന്ന്. ഒരു അള്ളാഹുവിന്റെ നിയോഗിതനായ ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു മനുഷ്യന് വിവാഹം കഴിക്കുക, മക്കളുണ്ടാവുക എന്നുള്ളത് പ്രത്യേകം പറയേണ്ടില്ല. നമുക്കറിയാം 99.9% എന്ന് പറയുമെങ്കിൽ 99% എന്ന് പറയാം, മനുഷ്യരും വിവാഹം കഴിക്കുന്നു, മക്കളുണ്ടാവുന്നു. അതൊരു പ്രത്യേകം പറയേണ്ട സംഭവമാണോ? അപ്പം പ്രത്യേകം പറയുന്നത് ചില പ്രത്യേകതകൾ ഉണ്ടായിട്ടാണ്. അപ്പൊ ഭാഗത്ത് ആ മസീഹിന് മക്കളുണ്ടാവുന്നെന്ന് പറയുമ്പോൾ ആ മക്കൾ പ്രത്യേകമായ മക്കളായിരിക്കും, പ്രത്യേകം പ്രസ്താവിക്കപ്പെടാൻ യോഗ്യരായ മക്കളായതുകൊണ്ടാണ് അത് പറയുന്നത്. അതുപോലെ തന്നെ സൂറ ജുമുഅയിൽ ആഖരീന മിന്നും ലമ്മാ യൽഹഖു ബി എന്ന നബി തിരുമേനിയുടെ മറ്റൊരു കൂട്ടരിലുള്ള ആഗമനം, ആ ആഗമനമാണ് മസീഹ് മൗഊദിന്റെ ആഗമനം. ഈ ഒരു ആയത്തിന് വ്യാഖ്യാനമായി റസൂലുള്ളാഹി വിശദീകരിച്ചു ബുഖാരി രേഖപ്പെടുത്തി. ഈമാൻ ഉയർന്നു പോകുന്ന കാലത്ത് സൽമാനുൽ ഫാരിസിയുടെ വംശത്തിൽ നിന്നുള്ള ഒരാൾ വന്നുകൊണ്ട് ആ നഷ്ടപ്പെട്ടു പോയ ഈമാൻ പുനഃസ്ഥാപിക്കും. ഖിയാമത്തിന്റെ വാഗ്ദത്ത മസീഹിന്റെ തെളിവുകൾ പ്രധാനപ്പെട്ട ഒരു തെളിവാണ്. അപ്പൊ ഇവിടെയും ഒരു വലിയ ശ്രദ്ധയോടെ മനസ്സിലാക്കേണ്ടതാണ്. ആ ഹദീസ് റിപ്പോർട്ട് ചെയ്ത റാവി പറയാണ്, അവിടെ ബുഖാരി ഇമാം രേഖപ്പെടുത്തുകയാണ് ഒരു അടിക്കുറിപ്പ് എന്നോണം. ഈ റസൂലുള്ളാഹി ഒരാൾ അല്ലെങ്കിൽ ഒരു കൂട്ടം ആളുകൾ എന്താണോ പറഞ്ഞതെന്ന് വ്യക്തമല്ല, ഓർമ്മയില്ല. യഥാർത്ഥത്തിൽ സംഭവം പുലർന്നതിന് നമുക്ക് മനസ്സിലായത് റസൂലുള്ളാഹി പറഞ്ഞത് ഒരാൾ എന്നുള്ളതും അതോടൊപ്പം ഒരു കൂട്ടാൾ എന്നുള്ളതും കൂടെ പൂർത്തിയാകാണ്. ഒരാൾ എന്ന് പറയുമ്പോൾ അത് പ്രവചിക്കപ്പെട്ട നബിയുള്ള എന്ന് പറഞ്ഞ മഹ്ദി എന്ന് മസീഹ് ഇബ്നു മറിയം എന്ന് പറഞ്ഞ അള്ളാഹുവിനാൽ നിയോഗിതനാകുന്ന ഒരു വ്യക്തി, അതാണ് മസീഹ് മൗഊദ് അലൈഹിസ്സലാം. അപ്പൊ നഷ്ടപ്പെട്ടു പോയ ഈമാന്റെ പുനഃസ്ഥാപനത്തെ പറ്റിയാണ് പറയുന്നത്. അതൊരു ദിവസം കൂടി സംഭവിക്കുന്നതല്ലല്ലോ. പ്രവാചകന്മാരുടെ ദൗത്യത്തിന്റെ പൂർത്തീകരണം നടക്കുന്നത് അവരുടെ കാലശേഷവും കൂടിയാണ്, ഖലീഫമാർ മുഖേന കൂടിയാണ്. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കുക, ആ പ്രവചിക്കപ്പെട്ട ഒരാൾ എന്ന് പറയുന്നത് ഈ പ്രത്യേകം പറയപ്പെട്ട നബിയുള്ളായ മസീഹ് മൗഊദ് വാഗ്ദത്ത മസീഹ് അലൈഹി സ്വലാമാണ്. പിന്നെ ഒരു കൂട്ടം ആളുകൾ എന്നും പറഞ്ഞു. അപ്പൊ ഈ വംശത്തിൽ നിന്ന് തന്നെ, ഇത് ഒരേ വംശത്തിൽ നിന്നുള്ള ഒരാളും അതോടൊപ്പം ഒരു കൂട്ടം ആളുകളും എന്നാണ് നബി പറഞ്ഞതെന്ന് നമുക്ക് ഇപ്പൊ മനസ്സിലാകുന്നുണ്ട്. അത് കാരണം പ്രവചനമാണ്, അത് പൂർത്തിയാകുമ്പോൾ നമുക്ക് വ്യക്തമാവും. അപ്പൊ അവിടെ ഒരു കൂട്ടം ആളുകൾ എന്ന് പറഞ്ഞത് ഈ വാഗ്ദത്ത മസീഹിന് ശേഷം അദ്ദേഹത്തിന്റെ ദൗത്യത്തെ ഏറ്റെടുത്തുകൊണ്ട് പൂർത്തീകരണത്തിലേക്ക്, വിജയത്തിലേക്ക് നയിക്കുന്ന ആളുകൾ, അതാണ് ഈ പറയപ്പെട്ട ഖലീഫമാർ. അപ്പം ഇന്ന് ഈ നിമിഷം വരെയുള്ള കണക്ക് 109 വർഷം, 52 വർഷം രണ്ടാമത്തെ മകനായ ഖലീഫ തന്നെ. തുടർന്നുള്ള കാലയളവിൽ ഈ പറയപ്പെട്ട 3 വ്യക്തികൾ ഖലീഫയായി. 3-ാം ഖലീഫ, 4-ാം ഖലീഫ, 5-ാം ഖലീഫ. അപ്പൊ ആ ചുരുക്കത്തിൽ ആ ഒരു കൂട്ടം ആളുകൾ എന്ന് പറഞ്ഞതിന്റെ പൂർത്തീകരണമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ മനസ്സിലാക്കി, ഇത് ഒരാൾക്ക് സാധിക്കുമോ? ഒരു വ്യക്തി എന്തെങ്കിലും ഒരു സംരംഭം തുടങ്ങി, തൻ്റെ സംരംഭം മക്കൾ തലമുറകളായി അത് തന്നെ കൊണ്ടു നടക്കും എന്ന് പറയാൻ പറ്റുമോ? നാം നേരത്തെ പറഞ്ഞല്ലോ, ഒരാൾ ജീവിച്ചിരിക്കുമെന്ന് തന്നെ പറയാൻ പറ്റൂല. അപ്പം ആ പ്രവചനത്തിൻ്റെ പുലർച്ചയാണ്. പിന്നീട് വാഗ്ദത്ത മസീഹ് അലൈഹി സ്വലാമിന് തന്നെ ഒരുപാട് അനുഗ്രഹീതരായ സന്തതികൾ ഉണ്ടാകുമെന്ന് പ്രത്യേകം പറയപ്പെട്ടു. ഒരു പുത്രനെ പറ്റി മാത്രമല്ല, നിനക്ക് അനുഗ്രഹീതരായ സന്തതി പരമ്പരകളെ നാം നൽകുന്നതാണ് എന്ന് പറയപ്പെട്ടിരിക്കുന്നു. ആ 886 പ്രവചനത്തിലുമുണ്ട്, മറ്റു പല
വചനങ്ങളിലുമുണ്ട്. അപ്പോൾ അവര് ഇന്ന് ലോകത്തിന്റെ നാനാഭാഗത്ത് ഖിലാഫത്ത് വഹിക്കാൻ ഈ വ്യക്തികൾക്കും കൂടാതെ തന്നെ ജമാഅത്തിന്റെ ഉന്നത സ്ഥാനം ഇന്ത്യയിലും പാകിസ്ഥാനിലും ഇന്ന് യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ തന്നെ ജമാഅത്തിന് ഏറ്റവും മുന്നണിയിൽ നിൽക്കുന്നത് ഇദ്ദേഹത്തിന്റെ സന്തതി പരമ്പരകളാണ്. വലിയ പരമ്പരയായി അബിനാവുൽ ഫാരിസ്, പേർഷ്യൻ മക്കൾ, അങ്ങനെയും പരിപാടികളുണ്ട്. യാ അബിനാവുൽ ഫാരിസ് ഖുദി തൗഹീദ യാ അബിനാവുൽ ഫാരിസ്, പേർഷ്യൻ മക്കളെ നിങ്ങൾ തൗഹീദിനെ ഉയർത്തിപ്പിടിക്കുക. ആ പറഞ്ഞ വെളിപാടിലും പേർഷ്യൻകാര എന്നല്ല പറഞ്ഞത്, ഒരാളെ പറ്റി മാത്രമല്ല, ഒരു കൂട്ടം ആളുകളെ പറ്റി അവിടെയും അള്ളാഹു സൂചിപ്പിക്കുന്നു. ഇപ്പം ബാഗ്ദത്ത മസീഹ് ഖലീഫമാർ, ഒരു കൂട്ടം ആളുകൾ. അപ്പം അദ്ദേഹത്തിന് അനുഗ്രഹീതമായ സന്തതികൾ നൽകുമെന്ന് പറഞ്ഞു. ബാഗ്ദത്ത പുത്രനെ പറ്റി പ്രത്യേകം പറഞ്ഞു. പേർഷ്യൻ മക്കളെ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സമൂഹത്തെ പറ്റി തന്നെ പറഞ്ഞു. റസൂലുള്ളാഹിക്ക് ഉള്ള അള്ളാഹ് അറിയിച്ചു കൊടുത്തനുസരിച്ച് ബാഗ്ദത്ത മസീഹ് അലൈഹി ഇസ്ലാമിന് മക്കളുണ്ടാകുമെന്ന് പ്രത്യേകം പറഞ്ഞു. സൂറ ജുമയുടെ വ്യാഖ്യാനം പറഞ്ഞു കൊടുത്തും ഒരു കൂട്ടം ആളുകളെ പറ്റി പറയപ്പെട്ടു. അപ്പൊ ഈ എല്ലാ പ്രവചനങ്ങളും അഹമ്മദിയ ജമാഅത്തിന്റെ ഖിലാഫത്തിൽ പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ ഇത് അള്ളാഹുവിന്റെ അസ്തിത്വത്തിന്, ഇസ്ലാമിന്റെ സത്യതക്ക്, റസൂൽ തിരുമേനിയുടെ സത്യതക്ക്, ബാഗ്ദത്ത മസീഹ് അലൈഹി ഇസ്ലാമിന്റെ സത്യതക്ക്, അഹമ്മദിയ മുസ്ലിം ജമാഅത്തിന്റെ സത്യതക്ക്, ഈ ഖിലാഫത്ത് വ്യവസ്ഥയുടെ സത്യതക്കുള്ള അതിമഹത്തായ അടയാളമാണ് ചുരുക്കത്തിൽ അഹമ്മദിയ ജമാഅത്ത് തുടർന്ന് വരുന്ന ഈ ഒരു ഖിലാഫത്ത് സംവിധാനം.